എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ഇസ്മായിലിനെ നിങ്ങൾ ബലിയെറുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രബോധനത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അതിൽ പറയുന്ന ഒരൊറ്റ കാര്യം ഞാൻ വിശദീകരിക്കാൻ നിൽക്കല്ല, അതിനുവേണ്ടി മാത്രം മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരും എന്നറിയുന്നത് കൊണ്ട്, അങ്ങനെ വേണ്ടി വന്നാൽ പുത്തനത്താണിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കാൻ ഒരു മടിയുമില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതിൽ പറയുന്ന ഒരു പരാമർശമുണ്ട്. എന്താ പരാമർശം എന്നറിയോ നിങ്ങള്? ഇസ്മായിലിനെ അറക്കുക എന്നത് ഇസ്മായിൽ മുസ്ലിം സമുദായത്തിനകത്തുള്ള മുസ്ലിം ഉമ്മക്കകത്തുള്ള തിന്മയുടെ പ്രതീകമാണ്. എങ്ങനെ അത് പറയാനാവുക? ഇസ്മായിൽ തിന്മയുടെ പ്രതീകമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തിന്മയെ ബലിയോട് കൊടുക്കുക. എഴുതിയത് പ്രബോധനമാണ്, പറഞ്ഞത് അലി ശരീഅത്തെയാണ്. അലി ശരീഅത്തെ കുറിച്ചുള്ള NDF-കാരന്റെ കാഴ്ചപ്പാട് എന്താണ്? വെറുതെ അങ്ങാടിന്ന് ചീത്ത പറഞ്ഞു പോണ ഏർപ്പാട് നമുക്കില്ലാത്തത് കൊണ്ട് ആശയപരമായ ചില ചോദ്യങ്ങളാണ്. നിങ്ങൾ പറയുക, എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? ഇസ്മായിലി പരമ്പര എന്താണ്? ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ പരമ്പര ഇസ്മായിലി പരമ്പരയാണ്. ആർക്കും അറിയാം. ഇസ്ഹാഖി പരമ്പര ആരുടേതാണ്? ജൂതന്മാരുടേതാണ്. ഇസ്ഹാഖി പരമ്പരയാണ് ജൂതന്മാർ. ഇസ്ഹാഖി പരമ്പരയിലാണ് ഷിയായിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇസ്മായിലി പരമ്പരയെ ദുർബലപ്പെടുത്താൻ ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏത് കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഇസ്മായിൽ സകല ദുർബലതകളുടെയും ദുരാചാരങ്ങളുടെയും മുസ്ലിങ്ങളുടെ തിന്മയുടെ പ്രയോഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന ലേഖനം വന്നത് മാധ്യമ പ്രബോധനത്തിലല്ലേ? എന്താ നിങ്ങൾക്ക് ഖാദിയാനികളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സുതരാം വ്യക്തമാണെങ്കിൽ ഷിയായിസത്തെ കുറിച്ചുള്ള NDF-കാരന്റെ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ അവരുടെ കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഒരുപാട് വിശദീകരണം ആവശ്യമുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കാം. പക്ഷെ നിങ്ങൾ പറയാൻ കഴിയണം. എങ്ങനെ കഴിയും നിങ്ങൾക്ക്? എങ്ങനെ അതിന് സാധിക്കോ നിങ്ങൾക്ക്? ഒരുപാട് വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കൃത്യമായി ഷിയായിസത്തിന്റെ പ്രയോക്താക്കൾ. മറ്റൊന്ന് നിങ്ങൾ പരിശോധിച്ചോ, ഇറാനിൽ നടക്കുന്ന വിപ്ലവം, ഇറാനുമായി ബന്ധപ്പെട്ട കാര്യം, ഇറാനിലെ കാര്യങ്ങൾ, ഇത് മാത്രം സംസാരിക്കുക, മുസ്ലിം ചെറുപ്പക്കാരനെ ഷിയായിസത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക, ഒരുപാട് തെളിവുകൾ തരാൻ കഴിയും. ഞാൻ അതിലേക്ക് കടക്കണില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടുത്തെ തീവ്രവാദത്തെ മുസ്ലിം ലീഗ് എതിർക്കുന്നതിൽ രണ്ട് കാരണമുണ്ട്. വെറുതെ ഒരു എതിർപ്പല്ല. നമുക്കിപ്പോ ആരെങ്കിലും പെട്ടി മൊയ്യല്ലി അതിലുണ്ടായ തർക്കോ അല്ലെങ്കിൽ വാപ്പാന്റെ സ്വത്ത് ഒഴി വെക്കുമ്പോ അതിൽപ്പെട്ട ഒരു തർക്കത്തിന്റെ പേരിൽ ഉണ്ടായതല്ല NDF-നോടുള്ള വിരോധം. ആശയപരമാണ്. ജമാഅത്തെ ഇസ്ലാമിയോടുള്ള വിരോധം ആശയപരമാണ്. ആ ആശയപരമായ കാരണം രണ്ടാണ്. ഒന്ന്, അത് മതവിരുദ്ധം, ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഷിയായിസം അടക്കമുള്ള 100 കൂട്ടം വിഷയങ്ങളിൽ അലി ശരീഅത്തിയുടെയോ സയ്യിദ് ഖുതുബിന്റെയോ മൗലാന മൗദൂദിയുടെയോ നിലപാടുകൾ ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അസന്നിഗ്ധമാണ്. മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാഴ്ചപ്പാടോ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം, ഇവിടുത്തെ മദീന കരാറിനെ മാതൃകയാക്കി ഇന്ത്യയുടെ മണ്ണിൽ ജീവിക്കുന്ന മുസ്ലിം സ്വസ്ഥതയില്ല, പ്രയാസാണ്, വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ചുറ്റും ശത്രുക്കളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടി സംഘടിക്കണം. NDF-കാരന്റെ ചോദ്യം എന്താ പറയുന്നത്? കണ്ടില്ലേ, ഞങ്ങൾ ഒന്നും ചെയ്യണില്ല, ഞങ്ങൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി സംഘടിക്കുകയാണ്. അതിനുവേണ്ടി ആ പ്രത്യേക കുപ്പായം, പ്രത്യേക തൊപ്പി, പ്രത്യേക ക്ലാസ്, പ്രത്യേക കരാട്ട, പ്രത്യേക കുംഫു, അതിനു വേണ്ടിയാണ്. അതെന്താ തെറ്റാണോ? അത് തെറ്റാണോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു അരക്ഷിതമായ ഒരു സമൂഹത്തെ ഉണ്ടാക്കി വെക്കുമ്പോ ഒരു ചോദ്യമേ ഞങ്ങൾക്കുള്ളൂ. ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു സേനയെ ഉണ്ടാക്കാൻ എന്താണ് ഇസ്ലാമികമായി നിങ്ങൾക്ക് അവകാശം? ഇന്ത്യ രാജ്യത്ത് പട്ടാളമുണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. എന്താണ്? ബംഗാളിൽ അവിടുത്തെ മാവോയിസ്റ്റുകളെ നേരിടാൻ അവരുണ്ടാക്കി വെക്കുന്നത് എന്താണ്? നക്സലുകളെ നേരിടാൻ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് സേന ഉണ്ടാക്കുന്നു. ഈ കമ്മ്യൂണിസ്റ്റുകാരനും അതുപോലെ തന്നെ ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയും NDF-ഉം അടക്കമുള്ളവരുടെ ഒരു അപകടകരമായ പ്രശ്നം, രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യത്തെ സമാന്തര രാഷ്ട്രത്തെ സൃഷ്ടിക്കാൻ അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ശ്രമിക്കും. ഇത് പരസ്പരം ഘടകമാണ്. അതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാം. ഒരു ഒറ്റ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ കൃത്യമായി സാമ്രാജ്യത്വ വിരോധം പറയുന്ന രണ്ട് കൂട്ടരാണ്. കേരളത്തിൽ സാമ്രാജ്യത്വ വിരോധം അത് ചീറ്റിപ്പോകാൻ സമീപകാലത്തുണ്ടായ ആണവ കരാർ വിഷയത്തിലും ആസിയാൻ കരാർ വിഷയത്തിലൊക്കെ തന്നെ ഈ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ ക്രെഡിബിലിറ്റി തകരാനുള്ള രണ്ട് കാരണം. ഒരു കാരണം അത് ജമാഅത്തെ ഇസ്ലാമി ഏറ്റുപിടിക്കുന്നു എന്നതാണ്. മറ്റൊന്നോ CPM ഏറ്റുപിടിക്കുന്നു എന്നതാണ്. എന്താ അറിയോ കാരണം? എന്താണ്? സാമ്രാജ്യത്വത്തിന് ഇന്ത്യക്കാരനെതിരാണ്. ഏതു സാമ്രാജ്യത്വം? ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്നത് ഞങ്ങൾ എല്ലാ സാമ്രാജ്യത്വത്തിനെതിരാണ്. ഏതൊക്കെ? കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്തിനെതിരാണ്, റഷ്യക്കെതിരാണ്, ചൈനക്കെതിരാണ്, ഞങ്ങളെതിരാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനോ? അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും ഞങ്ങളെതിരാണ്. അപ്പോഴോ അവന്റെ കയ്യിൽ വേറൊരു സാമ്രാജ്യത്വമുണ്ട്. ഏതാ സാമ്രാജ്യത്വം? ഇസ്ലാമിക സാമ്രാജ്യത്വം. ഇസ്ലാമിൽ സാമ്രാജ്യത്വം ഇല്ല, പക്ഷേ ജമാഅത്തുകാരൻ മൗലാന മൗദൂദി രൂപീകരിച്ച ഒരു ഇസ്ലാമിക സാമ്രാജ്യത്വം ഉണ്ട്.
അവര് പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വം നശിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്വം തുലയട്ടെ, അത് കഴിഞ്ഞാലോ ഞങ്ങളുടെ സാമ്രാജ്യത്വം വരും. അങ്ങനെ രാജ്യം വരുമ്പോ ഇസ്ലാമികമായ ഒരു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തെ താല്പര്യം. മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകൾ മുസ്ലിം സാമ്രാജ്യത്വത്തിനെതിരാണ്, കമ്മ്യൂണിസ്റ്റുകൾ മുതലാളിത്ത സാമ്രാജ്യത്വത്തിനെതിരാണ്. പക്ഷേ റഷ്യ വന്നാലോ കുഴപ്പമില്ല, ചൈന വന്നാലോ തീരെ കുഴപ്പമില്ല. അപ്പോൾ മുതലാളിത്ത സാമ്രാജ്യത്വത്തെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഒരു അജണ്ട അവർക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ സമാന്തരമായ ഒരു ഭരണ സംവിധാനത്തെ ആശ്രയിക്കുക എന്നത് ഇവരുടെ ഒരു പൊതുരീതിയാണ്. അതിന്റെ ഭാഗമായി ഇവിടെ അവർ വോളണ്ടിയർമാരെ ഉണ്ടാക്കുന്നു. എന്റെ ഒരു ചോദ്യം, ഒരു രാജ്യത്തിലെ ഭരണവ്യവസ്ഥയിൽ ബൈഅത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹം നീതി നടപ്പിലാക്കാൻ, പൊരുതാൻ, പോരാട്ടം നടത്താൻ, ആക്രമിക്കാൻ അതിനുവേണ്ടി സമാന്തരമായ ഒരു സേനയെ ഉണ്ടാക്കുന്നത് മതപരമായി ശരിയാണോ, രാഷ്ട്രീയമായി ശരിയാണോ? മതപരമായ വേർഷൻ ഞാൻ പറയാം. നമ്മൾ സൗദി അറേബ്യയിൽ ജീവിക്കുന്നു. സൗദി അറേബ്യ ഇസ്ലാമിക രാജ്യമാണ്. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് വിധി നടപ്പിലാക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. ശരീഅത്ത് കോടതിയുണ്ട്. ആ കോടതിയിൽ ഒരു ബാപ്പ അയാളുടെ വീട്ടിൽ നിൽക്കുമ്പോ അയാളുടെ മുമ്പിൽ വെച്ച് മകനെ ഒരാൾ വന്ന് കുത്തിക്കൊല്ലുന്നു. ബാപ്പ കാണുകയാണ്. ഞാൻ പറയുന്നത് എന്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു കേൾക്കണം. സ്വന്തം ബാപ്പയുടെ മുമ്പിൽ വെച്ച് മകനെ ഒരാൾ കുത്തിക്കൊല്ലുകയാണ് സൗദി അറേബ്യ. ഇത് കോടതിയിലെത്തി, ശരീഅത്ത് കോടതിയിലെത്തി. ശരീഅത്ത് കോടതിയിൽ തെളിവ് ബാപ്പയുടെ ബാധകതയെ വേണ്ട വിധം കോടതി വിശ്വസിച്ചില്ല. എന്തോ കാരണം പ്രതിയെ ശരീഅത്ത് കോടതി വെറുതെ വിട്ടു. ശരീഅത്ത് കോടതി അത് ഇസ്ലാമിക ഭരണകൂടാണ്. അങ്ങനെ വിട്ടാൽ ഞാൻ ചോദിക്കുന്നത്, ബാപ്പാക്കറിയാലോ ഇവനാ കൊന്നത്, അള്ളാഹ്ക്കറിയാലോ ഇവനാ കൊന്നത്, ഉറപ്പല്ലേ? ബാപ്പ കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. എന്നാൽ ഇസ്ലാമിക വിധി പ്രകാരം ഈ ബാപ്പക്ക് ആ കൊന്നവനെ കൊല്ലാൻ അവകാശമുണ്ടോ? ഇല്ല. കൊന്നാൽ ആ ബാപ്പയെ ഇസ്ലാമിക ഭരണകൂടം പിടിക്കും, അതിനുള്ള ശിക്ഷ കൊടുക്കും. കണ്ട ഒരാളെ ഇസ്ലാമിക ഭരണകൂടത്തിൽ പ്രതിക്രിയ നിർവഹിക്കാൻ, ഭരണം നിയമം നടപ്പിലാക്കാൻ ഒരു മുസ്ലിമിന് അവകാശമില്ല. അങ്ങനെ അവകാശമില്ല. അപ്പൊ ചോദിക്കും, കൊന്നോട്ടെ, പ്രതിരോധമില്ലെന്നാ ഇവര് പറയുന്നുണ്ടല്ലോ. പ്രതിരോധമില്ലെന്നാണ്. പ്രതിരോധം ഇസ്ലാമിക രാജ്യത്തല്ല, ഇന്ത്യ രാജ്യത്ത് പോലും പ്രതിരോധത്തിന് ന്യായമുണ്ട്. ഏറ്റവും അടുത്ത് വന്ന ഒരു കോടതി വിധിയുണ്ട് വടകര താലൂക്കില്. എന്താ വന്നത്? വടകര താലൂക്കില് ഒരു ബന്ദ് ദിവസം ഒരു പച്ചക്കറി കട അടപ്പിക്കാൻ വേണ്ടി കുറെ കമ്മ്യൂണിസ്റ്റുകാർ കടയിലേക്ക് കയറി. തർക്കായി. പച്ചക്കറി കടയിൽ കട ഉടമയും അയാളുടെ മകനും ഒരു കൊച്ചു മോനും മാത്രം ഉണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ മോനെ അടക്കി പിടിച്ചു. അവന് ശ്വാസം കിട്ടാതെ പടഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ രക്ഷിതാവ് മോനെ രക്ഷിക്കാൻ വേണ്ടി പച്ചക്കറി മത്തനൊക്കെ വെട്ടാൻ കൊണ്ടുപോയി വെച്ച കത്തിയെടുത്ത് വീശി. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വയറ് മുറിഞ്ഞു. മറ്റ് കമ്മ്യൂണിസ്റ്റുകൾ ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ചോര വാർന്ന് അവിടെ കിടന്നു മരിച്ചു. കോടതി പറഞ്ഞു, ഈ കടക്കാരനെ ആക്രമിക്കാൻ ഈ സഖാക്കൾ അങ്ങോട്ട് പോയതാണ്. കടക്കാരൻ കത്തിയൊക്കെ മൂർച്ച കൂട്ടി ഇവനെ കൊല്ലാൻ അങ്ങോട്ട് പോയതല്ല. ഇയാൾ അങ്ങനെ ഒരു പ്രതിരോധ ശ്രമം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ വന്നവർ കടക്കാരനെ കൊല്ലുമായിരുന്നു. അതുകൊണ്ട് ഇതൊരു പ്രതിരോധ ശ്രമം മാത്രമാണ്. അതുകൊണ്ട് കടക്കാരൻ നിരപരാധിയാണ്. ഇന്ത്യയിലെ കോടതിയിലെ വിധിയുടെ പകർപ്പന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഒന്നല്ല, ഒരുപാട് കേസുകൾ. പ്രതിരോധം തെറ്റാൻ ആരാടോ പറഞ്ഞത്? പ്രതിരോധം തെറ്റല്ല. പക്ഷെ പ്രതിരോധങ്ങൾ എവിടെയാ എടുത്തത്? മാറാട് പ്രതിരോധിക്കാൻ ഓടിയ വഴിക്ക് പുല്ല് മുളച്ചിന. നിങ്ങൾ പുന്നാട്ട് പ്രതിരോധിക്കാണ്ടായിരുന്നോ? കോട്ടക്കൽ അങ്ങാടി പ്രതിരോധിക്കാണ്ടായിരുന്നോ? എവിടെങ്കിലും പ്രതിരോധിക്കാൻ നിന്നിനടോ? ഒരു സ്ഥലത്ത് പ്രതിരോധിക്കാൻ നിന്നില്ല എന്ന് മാത്രമല്ല, കിട്ടിയ വണ്ടിക്ക് ബാംഗ്ലൂർക്കും കാരണം തമിഴ്നാട്ടിലും വണ്ടി കയറിയിട്ട് അല്ലാഹു അക്ബർ നാളെ പോയിച്ചില്ല എന്നല്ലാതെ നിങ്ങൾ ഈ രാജ്യത്ത് നിന്നിനോ? പ്രതിരോധിച്ചിട്ടില്ല. എവിടെയും പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, കാസിമാജി 61 വയസ്സ്. കാസിമാജി നിങ്ങൾ പ്രതിരോധിച്ചടാ? സാധു മഹല്ല് കമ്മിറ്റി കഴിഞ്ഞ് പള്ളി പോകുമ്പോ കുഞ്ഞിപ്പള്ളിയിൽ 7 പേര് ചേർന്നിട്ട് കാസിമാജിനെ വെട്ടി. എടോ, 61 വയസ്സുള്ള ഒരുത്തനെ വെട്ടാൻ 7 പേര് നട്ടപ്പാതിലേക്ക് മുഖം മൂടിയിട്ട് പോകാൻ എന്തിനാടോ കരാട്ടയും കുമ്പൊക്കെ പഠിക്കണത്? വല്ല കാര്യമുണ്ടോ? കരാട്ടയും കുമ്പൊക്കെ പഠിച്ചിട്ട് 61 വയസ്സുള്ള കാസിമാജിനെ വെട്ടുക. അൻവറാജിനെ പുറത്തുനിന്ന് വെട്ടി. ചിരട്ട തകർന്ന് അൻവറാജി വീട്ടിൽ കിടക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ചയും മാഹിന് പോകുമ്പോ അതുവഴി അൻവറാജിയുടെ വീട്ടിൽ പോയിരുന്നു. അറിയോങ്ങള്? ഇപ്പോഴും വീട്ടിൽ കിടക്കുക, ചിരട്ട തകർന്നിട്ട്. 67 വയസ്സുണ്ട് അൻവറാജിക്ക്. മഹല്ല് കമ്മിറ്റി പിരിഞ്ഞു പോകുമ്പോൾ വെട്ടി. ജാഫർ RSS കാരനായിരുന്നു, വടകര നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ്.
മുസ്തഫ RSS കാരനായിരുന്നോ? കുന്നമംഗലം നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഹമദാനി RSS കാരനായിരുന്നോ? NDF-ന്റെ പഴയ പ്രവർത്തകനായ ഹമദാനി. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രതിരോധ